അങ്ങനെ വേൾഡ് മാർക്കറ്റിലുള്ള അക്വാ ഷോയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ലുലു മാളിലേക്കാണ്. കാരണം ഈ ലുലു മാളും വേൾഡ് മാർക്കറ്റും തമ്മിൽ അധികം ദൂരമൊന്നുമില്ല. അക്വാ ഷോ നടക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു 300 മീറ്റർ ദൂരത്താണ് നമ്മുടെ ലുലു മാളുള്ളത്. അപ്പോൾ എന്തായാലും അടുത്ത് വരെ പോയ സ്ഥിതിക്ക് ലുലു മാളും കാണാതെ എങ്ങനെ തിരിച്ചു വരും എന്നുള്ളൊരു വിഷമം. നേരെ പോയി. ടൂ വീലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിങ്ങിനൊന്നും വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. നമുക്ക് കാണാൻ സാധിച്ചത് വരുന്ന വഴിക്ക് കാറുകളുടെ ഒരു നീണ്ട ക്യൂ തന്നെയായിരുന്നു. പക്ഷേ ടൂ വീലറിന് അത് ബാധകമല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പാർക്കിംഗ് സ്പേസ് കിട്ടി. പാർക്ക് ചെയ്തു. നേരെ ലുലു മാളിൻ്റെ എൻട്രിയിലേക്കാണ്. അപ്പോൾ ഇവിടെ കുറേ അധികം ആളുകൾ നിൽപ്പുണ്ട്. എനിക്കൊന്ന് വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം, ശനിയാഴ്ചയാണ് ഞങ്ങൾ എത്തുന്നത്. രാത്രിയാണെങ്കിൽ പോലും ഈ മാളിനകത്ത് കയറി കഴിഞ്ഞാൽ രാവിലെയാണോ രാത്രിയാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. ആദ്യം തന്നെ നമ്മളെ സ്വീകരിക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റാണ്. അതിവിടെ മാത്രമല്ല, ഏത് ലുലു മാളിൽ നമ്മൾ പോയാലും ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് തന്നെയായിരിക്കും. ഞാൻ ആദ്യമായിട്ടല്ല ട്രിവാൻഡ്രം ലുലു മാളിൽ പോകുന്നത്, ഇതിനു മുമ്പും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലുലു മാള് കേരളത്തിലെ രണ്ടാമത്തെ ലുലു മാളാണ് ട്രിവാൻഡ്രത്തുള്ളത്. ഫസ്റ്റ് ലുലു മാള് എറണാകുളം ഇടപ്പള്ളിയിലാണ്. പക്ഷേ അവിടെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി വലുതാണ് ഈ ട്രിവാൻഡ്രത്തുള്ള ലുലു മാൾ. പക്ഷേ എറണാകുളത്ത് ഈ ലുലു മാളൊക്കെ വരുന്നതിന് മുമ്പ്, അതായത് എൻ്റെയൊക്കെ പ്രായം കുറഞ്ഞ സമയത്ത് അവിടെ നമ്മളെല്ലാവരെയും ആകർഷിച്ച ഒരു മാളാണ് ഒബ്റോൺ മാൾ. ആദ്യം നമ്മളെ പരിചയപ്പെടുത്തിയൊരു മാളാണ് ഒബ്റോൺ മാൾ. അവിടെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ മൾട്ടിപ്ലക്സ് ഒക്കെ കാണുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയി കണ്ട സിനിമയാണ് മേക്കപ്പ് മാൻ. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അവിടെ നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം പിന്നെ ലുലു മാളുകൾ വന്നു. ഇപ്പോൾ ട്രിവാൻഡ്രത്തുണ്ട്, കോട്ടയത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. അതുകൊണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഞങ്ങൾ കുറേ അധികം സാധനങ്ങൾ വാങ്ങിച്ചു കഴിക്കാനായിട്ട്. അപ്പോൾ വാങ്ങിച്ചത് പൊറോട്ടയുണ്ട്, കുൽച്ചയുണ്ട്, പിന്നെ നമ്മുടെ പനീറിൻ്റെ കറിയുണ്ട്, പിന്നെ സോയാബീൻ. അപ്പോൾ ഇതൊക്കെ മേടിച്ചിട്ട് കഴിക്കാനായിട്ട് നമുക്ക് ടോപ്പ് ലെവലിൽ പോകാം. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇരിപ്പിടങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം മേടിക്കുന്നതെങ്കിൽ അവർ പ്ലേറ്റ് സെർവ് ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് പ്ലേറ്റ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും പ്ലേറ്റും വെള്ളവും കൂടെ ഞങ്ങൾ വാങ്ങിച്ചിരുന്നു. അങ്ങനെ ടോപ്പ് ലെവലിലെത്തി ഭക്ഷണങ്ങൾ പൊട്ടിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി. അവിടുന്ന് തന്നപ്പോൾ നല്ല ചൂടൊക്കെ തന്നെയായിരുന്നു. പക്ഷെ മുകളിലെത്തിയത് കൊണ്ട് ഞങ്ങൾ വളരെയധികം താമസിച്ചു മുകളിലെത്താനായിട്ട്. മറ്റൊന്നുമല്ല, പൊറോട്ടയാണ് വാങ്ങിച്ചത്. പൊറോട്ടയും അതുപോലെ കുൽച്ച. അപ്പോൾ പൊറോട്ട നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. പക്ഷേ ഈ കുൽച്ചയ്ക്ക് ഏകദേശം 30 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ 30 മിനിറ്റ് വെയിറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ പതുക്കെ എസ്കലേറ്റർ വഴി, നമുക്ക് ലിഫ്റ്റുണ്ട്, എസ്കലേറ്ററുണ്ട്. പക്ഷേ എസ്കലേറ്റർ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് ടോപ്പ് ലെവലിലേക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എസ്കലേറ്റർ വഴിയാണ് ഞങ്ങൾ കയറിയത്. അതിനും ഏകദേശം കുറേ സമയമെടുത്തു. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു കറിക്കൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ കുൽച്ചയും പൊറോട്ടയൊക്കെ ഏകദേശം മൈദ ആണ് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടൈറ്റായിട്ടുണ്ടായിരുന്നു. കഴിക്കാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത്യാവശ്യം പനീർ ടിക്ക ഒന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ചപ്പാത്തിയും ഈ ഫുൽക്കയും ഒരു രക്ഷയില്ല, ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് പോയി. അപ്പോൾ അത് ഇനി അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഈ സാധനം വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് വഴി മുകളിലെത്തി ഭക്ഷണം കഴിക്കുക. മറ്റൊന്നുമല്ല, അവിടെ സെൻട്രലൈസ്ഡ് AC ആയതുകൊണ്ട് തന്നെ ഈ ചൂടൊന്നും അധിക സമയം നിൽക്കണമെന്നില്ല. പക്ഷേ എല്ലാം തന്നെ നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ. വിലയൊന്നും അധികമൊന്നും ആയിട്ടില്ല. നമ്മൾ ഇത്രയും ഐറ്റംസ് ഒരു ഹോട്ടലിൽ പോയിട്ടാണ് ഓർഡർ ചെയ്ത് കഴിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ കൂടുതലാവും. അപ്പോൾ പോകുന്നവർ ഹൈപ്പർ മാർക്കറ്റിൽ എൻഡിലായിട്ടാണ് നമ്മുടെ ഫുഡ് അവർ പാചകം ചെയ്തു തരുന്നത്. നല്ല ഫുഡാണ് കേട്ടോ. നിങ്ങൾക്ക് വിശ്വസിച്ച് കഴിക്കാനായിട്ട് സാധിക്കും. ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് ഞാൻ ഏൽപ്പിച്ചത് അപ്പുവിനെയാണ്. അപ്പോൾ 4 പൊറോട്ട മാത്രമാണ് ആദ്യം ഓർഡർ ചെയ്തത്. കറിയൊക്കെ ഓർഡർ ചെയ്തു.
അപ്പോൾ 4 പൊറോട്ട മാത്രം മതിയോ, വയറ് നിറയുമോ എന്നെനിക്കൊരു സംശയം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് 2 വേറെ ഐറ്റംസ് കൂടി ഓർഡർ ചെയ്യാം. അങ്ങനെയാണ് കുൽച്ച ഓർഡർ ചെയ്തത്. പക്ഷേ അവൻ പറഞ്ഞത് കറക്റ്റായിരുന്നു. ഈ 2 പൊറോട്ട കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ വയറ് ഏകദേശം ഫില്ലാവും. അപ്പോൾ ഈ കുൽച്ച കഴിക്കാനുള്ള സ്പേസ് എങ്ങനെ വരും എന്നുള്ളതാണ് ഒരു സംശയം. എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ച് തീർത്തു. കാരണം കറി ഒരു രക്ഷയില്ല കേട്ടോ. പനീറിൻ്റെ കറി സൂപ്പറാണ്. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്യുക. പിന്നെ വെജ് മാത്രമല്ല നോൺ വെജും അവിടെ അവൈലബിൾ ആണ്. വെജ് അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള കൗണ്ടറിലാണ് നോൺ വെജ്. അപ്പോൾ എന്തായാലും ഫുഡും കഴിച്ച് വയറും മനസ്സുമൊക്കെ നിറഞ്ഞു. ഇനി കുറച്ച് സമയം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് പോകാം. അപ്പോൾ ഈ ടോപ്പ് ലെവലിൽ തന്നെയാണ് നമ്മുടെ എൻ്റർടൈൻമെൻ്റ് എല്ലാം ഉള്ളത്. ടോപ്പ് ലെവലിലാണ്. അപ്പോൾ അവിടെ നമ്മുടെ PVR സിനിമാസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ സിനിമ ഇനിയും താമസിക്കും. 10:15 ഷോ ഉള്ളത്. അപ്പോൾ അതും കഴിഞ്ഞ് വീട്ടിലെത്താനായിട്ട് താമസിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ സിനിമയ്ക്ക് കയറാനുള്ള ഒരു തീരുമാനം മാറ്റിവെച്ചു. പകരം അവിടെയുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ടു. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കളിക്കാനുള്ള സ്പേസാണ്. ഇതിന് 1000 രൂപ തൊട്ടാണ് മിനിമം നമ്മൾ കാർഡ് ഉപയോഗിച്ചിട്ട് വേണം ഇതൊക്കെ കളിക്കാനായിട്ട്. അപ്പോൾ 1000, 1500, 2000 അങ്ങനെയൊക്കെയാണ് ചാർജ്. ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതിന് പ്രത്യേകിച്ച് ചാർജൊന്നും ഇല്ല. അതിന് കാർഡും വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളത് മുഴുവൻ കാണാനായിട്ട് തീരുമാനിച്ചു. കൊച്ചു കുട്ടികളെയും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. ഇത് കണ്ടോ, JCB. പൊതുവേ കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് JCB. എപ്പോൾ റോഡിൽ കൂടെ പോയാലും കുട്ടികളെല്ലാവരും ആകാംക്ഷയോടെ കാണുന്ന ഒരു സാധനം കൂടിയാണ് JCB. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ JCB ഓപ്പറേറ്ററായിട്ട് നിങ്ങൾക്ക് കളിക്കാം. ഈ ഒരു ബോക്സിൽ നിന്നും JCB ഉപയോഗിച്ച് അതിൻ്റെ ആ തൊട്ടി പോലുള്ള സാധനം ഉപയോഗിച്ചിട്ട് ബോക്സ് പന്തെടുത്തിട്ട് അടുത്ത ബോക്സിലേക്കൊക്കെ നിറയ്ക്കാം. കൊച്ചുകുട്ടികൾക്ക് ഭയങ്കര അട്രാക്റ്റീവായിരിക്കും. അതവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊരു ഗെയിം അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ 3D ഗെയിമുണ്ട്. കാറിൽ കയറിയിരുന്ന് കളിക്കാം. അതുപോലെ ഇത് കണ്ടില്ലേ, നമ്മൾ ഹുക്ക് ഉപയോഗിച്ചിട്ട് ഇഷ്ടമുള്ള പാവ തിരഞ്ഞെടുത്ത് അടുത്ത ബോക്സിലിടാം. ആ ബോക്സിലിട്ട് കഴിഞ്ഞാൽ ആ പാവ നമുക്കുള്ളതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ കളിക്കണമെങ്കിൽ കാർഡ് ഉപയോഗിച്ച് വേണം ഇതൊക്കെ കളിക്കാനായിട്ട്. ഈ കാർഡിൻ്റെ ചാർജാണ് ഞാൻ പറഞ്ഞത് മിനിമം 1000 രൂപ. 1000 രൂപ വെറുതെ കളിച്ച് കളയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇനിയും കാഴ്ചകളുണ്ടെന്ന് നമ്മുടെ അപ്പൂസ് പറഞ്ഞു. അങ്ങനെ നേരെ മുകളിലേക്ക് കയറി. മുകളിൽ ഫുള്ളുള്ളത് വെർച്വൽ ഗെയിംസാണ് കേട്ടോ. 3D റിയലിസ്റ്റിക് ഗെയിംസാണ് മുകളിൽ മുഴുവൻ. ബൈക്ക് ഓടിക്കാം, കാർ ഓടിക്കാം. ഞങ്ങൾ നോക്കിയപ്പോൾ 1-2 കുട്ടികളൊക്കെ ഈ VR ഉപയോഗിച്ചിട്ട് കളിക്കുന്നുണ്ട്. ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. പക്ഷേ മിനിമം ഈ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു 100 രൂപ 200 രൂപയൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. പക്ഷേ ഈ മിനിമം എമൗണ്ട് ഇത്രയും വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ കുറേ കുട്ടികളുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കളിക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയൊരു തുകയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് 2 പേർക്ക് വേണ്ടിയിട്ട് മാത്രം ഇത്രയും വലിയൊരു തുക ചിലവഴിക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് എനിക്കില്ലായിരുന്നു. ഇത് കുതിരയാണ്. കുതിരയുടെ പുറത്ത് കയറി നമുക്ക് VR ഉപയോഗിച്ചിട്ട് ഓടുന്ന പോലെ തോന്നും. ഇപ്പുറത്തൊരു കുട്ടി കുതിരപ്പുറത്തിരുന്ന് VR അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ നമുക്കിങ്ങനെ കാണാം. പക്ഷെ അവൻ കാണുന്നത് എന്താണെന്നുള്ളത് നമുക്ക് സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാകാനായിട്ട് സാധിക്കും. ഇത് PVR സൂപ്പർപ്ലെക്സ്. നോക്കിയപ്പോൾ ലോഗയുണ്ട്. പക്ഷേ ലോഗ അടുത്ത ഷോ ഉള്ളത് 10:15 ലോഗ കണ്ടില്ല. അപ്പോൾ ഇവിടെ ഒന്നൊന്ന് ലോഗ കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ സമയം 10:15 തുടങ്ങിയാൽ എങ്ങനെയാണെങ്കിലും പടം കഴിയുമ്പോൾ 12:15 12:30 ആവും. പിന്നെ അത്രയും ദൂരം തിരിച്ച് വണ്ടി ഓടിച്ച് വരിക എന്ന് പറഞ്ഞത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സിനിമ കാണുക എന്നുള്ളൊരു മോഹം ഉപേക്ഷിച്ചു. ഇനി നേരെ തിരിച്ചിറങ്ങാം. തിരിച്ചിറങ്ങുമ്പോഴും ഈ പറഞ്ഞ പോലെ ലിഫ്റ്റ് വേണ്ട, എസ്കലേറ്റർ വഴി തന്നെ തിരിച്ചിറങ്ങാം എന്ന് കരുതി. അപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതെല്ലാം തന്നെ. ഇതൊക്കെ അവിടെ സെയിൽസിനുള്ള സാധനങ്ങളാണ്. 500 രൂപ മുതലുള്ള ഐറ്റംസ് ഇവിടെയുണ്ട്. അതുപോലെ കൊച്ചു കുട്ടികൾക്ക് പറ്റിയ കാറ്. എൻ്റെ ഒന്നും ചെറിയ പ്രായത്തിൽ ഇത്രയൊന്നും ടോയ്സ് ഞാൻ കണ്ടിട്ട് കൂടിയില്ല. അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെയുള്ള ടോയ്സ് കാണുമ്പോൾ എൻ്റെ ഉള്ളിലെ കൊച്ചുകുട്ടി ഉണരും. ഇതൊക്കെ മേടിക്കണമെന്നുണ്ട്. മേടിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുപോയാൽ 2ാമത്തെ ദിവസം ഇത് പാർട്സ് ആക്കാനായിട്ട് എൻ്റെ കുട്ടിപ്പട്ടാളം റെഡിയാണ്. അതുകൊണ്ട് ആ ഒരു ആഗ്രഹവും ഞാൻ ഉപേക്ഷിച്ചു. ഹോട്ട് വീൽസിൻ്റെയൊക്കെ നല്ല ഉഗ്രൻ കാറുകൾ ഇവിടെ അവൈലബിൾ ആണ്. 150 രൂപ മാത്രമേ ഉള്ളൂ.
ഈ 150 രൂപ വലിയൊരു ചിലവായിട്ട് നിങ്ങൾ കാണരുത്. കാരണം 10 രൂപയുടെയും 20 രൂപയുടെയും കാറുകൾ മേടിച്ചു കൊടുക്കുന്നതിനേക്കാൾ പ്രയോജനമുള്ളത് ഈ 150 രൂപയുടെ കാറുകളാണ്. അപ്പോൾ അതൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കുറേ കാലം അവരെത്ര വലിച്ചെറിഞ്ഞാലും അതിനൊന്നും ഒരു നാശവും ഉണ്ടാകുന്നില്ല. അതുപോലെ മാർബിളിൽ കൊത്തിയെടുത്ത ദേവൻ്റെയും ശിലാവിഗ്രഹങ്ങളൊക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഇറങ്ങുകയാണ്. ഇപ്പോൾ തന്നെ ഏകദേശം മണി 10 മണിയോട് അടുക്കുന്നുണ്ട്. ഇനി തിരിച്ച് നമ്മൾ ഗൗരീശപ്പട്ടത്തെത്തണം. ഗൗരീശപ്പട്ടത്താണ് തൽക്കാലം ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഗൗരീശപ്പട്ടത്തേക്ക് എത്താൻ അരമണിക്കൂറോളം നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ലുലു മോളിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്കിനിയും കാണാം. ബായ്.